വെക്കേഷനായാൽ അതൊരു ത്രില്ലാണല്ലേ. നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടുക, അതുപോലെ തന്നെ ഔട്ടിങ്ങിന് പോവുക, അതൊക്കെ ഒരു ഭയങ്കര ഫീലല്ലേ. അങ്ങനെ ഈ പ്രാവശ്യത്തെ വെക്കേഷനിൽ നമ്മളെ വീട്ടിലോട്ടാട്ടോ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ റെഡിയായി നമ്മൾ കുട്ടിപ്പട്ടാളത്തെ എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മളൊന്ന് ഔട്ടിങ്ങിന് പോകാമെന്ന് കരുതി. അതിൻ്റെ മാറ്റലോ ഒരുങ്ങലൊക്കെയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നതൊക്കെ. അങ്ങനെ എല്ലാവരെയും കൂട്ടിയിട്ട് നമ്മൾ പോയിട്ടോ. പോയി എന്ന് പറഞ്ഞാൽ അത് എവിടേക്കായിരിക്കും എന്നായിരിക്കും നിങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവുക. അതെ, നമ്മൾ മാങ്ങ പൊറുക്കാനാണ് കേട്ടോ പോണത്. നമ്മൾ വീടിൻ്റെ അപ്പുറത്തെ തൊടുക്ക്, അപ്പുറത്തെന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ നടക്കാനുണ്ട്. ഇങ്ങനെ കുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മളെ ചെറിയ കുട്ടിക്കാലായിട്ടോ നമുക്ക് ഓർമ്മ വരിക. പണ്ട് മാങ്ങക്ക് കല്ലെറിഞ്ഞ് നടന്നതും, അതുപോലെ തന്നെ കടകളിൽ പോയി മിഠായി മേടിച്ചണതും, അങ്ങനത്തെ ഒക്കെ അങ്ങനെ ഓർക്കും വേണ്ട അത്തരം മെമ്മറീസൊക്കെ വലുതാവുമ്പം. അതിനു വേണ്ടിയിട്ടും കൂടിയിട്ടാണ് നമ്മൾ ഓരൊക്കെ കൂട്ടിയിട്ട് പുറത്തിറങ്ങിയത് കേട്ടോ. അങ്ങനെ മാങ്ങ പെറുക്കാൻ പോയപ്പം വയലിന്ന് മഞ്ചാടി, അതുപോലെ തന്നെ അയിനീച്ചക്ക, ഇതിന് അയിനീച്ചക്ക എന്നാണ് പറയുക, നിങ്ങളൊക്കെ അവിടെ എന്താ പറയുക നമുക്ക് അറിയൂല. അങ്ങനെ പിന്നെ മാങ്ങ പെറുക്കാൻ പോയി. നമുക്ക് കുറച്ച് കാടൊക്കെ ഉള്ള പോലെ, പക്ഷേ നമ്മൾ അതിസാഹസികമായിട്ട് അത്യാവശ്യം എല്ലാ മാങ്ങകളും കളക്ട് ചെയ്തിട്ടോ. നല്ല ഫ്രഷ് മാങ്ങ തന്നെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതൊരു നല്ല അടിപൊളി ഏരിയ കേട്ടോ. നമ്മൾ ഈ തൊടു വരുന്നത് അത്യാവശ്യം കുന്നും മലയും ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ്. പക്ഷേ പേടിക്കാനൊന്നുമില്ല, ഡേഞ്ചറായിട്ടോ ഒന്നുമില്ല. കുട്ടികളൊക്കെ ആയിട്ട് സേഫായിട്ട് വരാൻ പറ്റും. പക്ഷെ നമ്മൾ പോയ ടൈം കുറച്ച് പഴിച്ച് നല്ല വെയിലായിരുന്നു. അങ്ങനെ ഏതായാലും വല്ലാതെ ആസ്വദിക്കാനൊന്നും പറ്റിയില്ല. കിട്ടിയ മാങ്ങ കൊണ്ട് വേഗം വീട്ടിലോട്ട് പോയിട്ട് അത്യാവശ്യം മാങ്ങകളൊക്കെ നമ്മൾ കുറേ ചെത്തി തിന്നു. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ ജ്യൂസ് അടിച്ചും കുടിച്ചു. എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ ഇതൊന്നും തികയൂല എന്നുള്ളതാണ് സത്യം. ഈ ഒരു വെക്കേഷനിൽ നിങ്ങൾ ഇതുപോലെ റിലേറ്റീവ്സൊക്കെ ആയിട്ട് വെക്കേഷന് ഔട്ടിങ്ങിനൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ ഇത്തരം കുഞ്ഞു കുഞ്ഞു സന്തോഷ കാഴ്ചകളുമായിട്ട് ഇനിയും ഒരുപാട് വ്ളോഗ്സ് വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും ഓക്കെ, ബൈ.